ഇന്നത്തെ അറിയിപ്പുകൾ. ദേശീയ തലസ്ഥാന മേഖലയിലെ രണ്ടാമത്തെ രാജ്യാന്തര വിമാനത്താവളം ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. നോയിഡ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ ഡൽഹിയിൽ നിന്നുള്ള യാത്ര കൂടുതൽ സൗകര്യപ്രദമാകും. ഏപ്രിൽ 16-ന് ശേഷം വിമാന സർവീസുകൾ ആരംഭിക്കും. നോയിഡ രാജ്യാന്തര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. സ്വിസ് കമ്പനിയായ സൂറിക് എയർപോർട്ട് ഇന്റർനാഷണൽ എജിയുടെ ഉപകമ്പനിയായ യമുന ഇന്റർനാഷണൽ എയർപോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ചേർന്നാണ് വിമാനത്താവളം നിർമ്മിച്ചത്. നോയിഡ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ ഡൽഹിയിൽ നിന്നുള്ള യാത്ര കൂടുതൽ സൗകര്യപ്രദമാകും. കേരളത്തിലേക്കടക്കം ആഭ്യന്തര വിമാനങ്ങൾ ആരംഭിക്കുന്നതോടെ യാത്രാ നിരക്കിലും വലിയ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 16-ന് ശേഷമേ വിമാന സർവീസുകൾ ആരംഭിക്കൂ. ആദ്യഘട്ടത്തിൽ ഇൻഡിഗോ, ആകാശ എയർ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ കമ്പനികൾ സർവീസ് നടത്തും. ബംഗളൂരു, മുംബൈ, ഹൈദരാബാദ്, ലക്നൌ, ഡെറാഡൂൺ, ഹൂഗ്ലി എന്നിവിടങ്ങളിലേക്കാവും ആദ്യ സർവീസുകൾ. ആഭ്യന്തര സർവീസുകൾ തുടങ്ങിയ ശേഷം രാജ്യാന്തര സർവീസുകൾ പ്രഖ്യാപിക്കും. ദുബായ്, സിംഗപ്പൂർ, സൂറിക് എന്നിവിടങ്ങൾക്കാണ് ആദ്യ പരിഗണന. ആദ്യഘട്ടത്തിൽ UP സർക്കാരിന്റെ 200 AC ബസ്സുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തും. ബൊട്ടാണിക്കൽ ഗാർഡൻ മെട്രോ സ്റ്റേഷൻ, നോയിഡ സെക്ടർ 35, സിക്കന്ദർപൂർ, ഖുർജ എന്നിവിടങ്ങളിൽ നിന്നാണ് നേരിട്ട് ബസ് ലഭിക്കുക. വിമാനത്താവളങ്ങളിലേക്കായി പ്രത്യേക എയർപോർട്ട് മെട്രോ ലൈനിന്റെ പണിയും നടക്കുന്നുണ്ട്. ഡൽഹി മെട്രോയുമായും നോയിഡയിലെ അക്വ ലൈനുമായും അത് ബന്ധിപ്പിക്കും. 2030 അവസാനത്തോടെ പണി പൂർത്തിയാകുമെന്നാണ് വിവരം. ഓൺലൈൻ ടാക്സികൾക്കായി പ്രത്യേക സൗകര്യവും വിമാനത്താവളത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പിൽ മാറ്റമില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് വേനൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും ഇടിയോടുകൂടി ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. പകൽ താപനില 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പിൽ മാറ്റമില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ശക്തമായ ഇടിമിന്നലുണ്ടാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക, വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക, കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.